നിങ്ങൾക്കാരും ബഹുമാനം തരുന്നില്ലേ? നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങളുടെ വാക്കിന് വില തരുന്നില്ലേ? ഇവിടെയൊക്കെ എന്താണ് പ്രോബ്ലം? നമുക്ക് റെസ്പെക്റ്റ് കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മളെ ചില മനുഷ്യർ ചില സ്ഥലങ്ങളിലൊക്കെ വല്ലാതെ അവഗണിച്ചു വിടുന്നുണ്ട് അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു പരിഗണനയും ഉണ്ടാവില്ല. ഒരു ഗ്രൂപ്പിലെത്തിയാൽ നമ്മുടെ വാക്കിനൊരു വിലയും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വില കിട്ടാത്തതിൻ്റെ, വാല്യൂ കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ഹൈ വാല്യൂ മാൻ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്വാളിറ്റിയാണ് വേണ്ടത്, അതിനുള്ള ഒരു 3 സൈക്കോളജി ട്രിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വാല്യൂ എന്നത് മറ്റുള്ളവർ കാണണമെങ്കിൽ നമ്മളിൽ ക്വാളിറ്റി ഉണ്ടാവണം. ആ ക്വാളിറ്റിയിലെ ബാക്കിയുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ. നമ്മളെ അവഗണിച്ചവർ വരെ നമ്മളെ ബഹുമാനിക്കുന്ന ഒരു സമയം വരും. അതിനുവേണ്ടി നമ്മൾ ശീലിക്കേണ്ട 3 ട്രിക്കുകൾ, 3 ഹാബിറ്റുകൾ. ഈ കാട്ടിലെ രാജാവ് സിംഹമാണ്, പക്ഷെ അതിന് റെസ്പെക്റ്റ് കിട്ടുന്നത് ഒരിക്കലും രാജാവായതുകൊണ്ടല്ല, അതിൻ്റെ സ്വഭാവം കാരണമാണ്. അതിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് എപ്പോഴും അതിന് റെസ്പെക്റ്റ് കിട്ടുന്നത്. നമ്മളെല്ലാ രാജാക്കന്മാരെയും റെസ്പെക്റ്റ് ചെയ്യാറില്ല. പക്ഷെ ചില മനുഷ്യരെ, വളരെ താഴ്ന്ന മനുഷ്യനാണെങ്കിലും ചെറിയ ജോലി എടുക്കുന്ന ആളാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യും. കാരണം എന്താണ്? അയാളിലുള്ള എന്തോ ഒരു ഹാബിറ്റാണ്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 ഹാബിറ്റുകളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതിലൊന്നാമതായിട്ട്, എപ്പോഴും ലഭ്യമാകാതിരിക്കുക. ഡോണ്ട് ബി ഓൾവേസ് അവൈലബിൾ. നമ്മൾ എപ്പോഴും അവൈലബിൾ അല്ലാതിരിക്കുക. നമ്മൾ എവിടെയാണോ അവൈലബിലിറ്റി കൂടുന്നത് അവിടെ നമുക്ക് വാല്യൂ കുറയും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മളൊരു മാർക്കറ്റിൽ വരെ പോയാൽ അഥവാ ചില സാധനങ്ങൾക്ക് വളരെ വില കുറവായിരിക്കും, അത് കൂടുതൽ അവിടെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ സ്വർണത്തിന് നോക്കിയൊക്കെ, സ്വർണം കുറച്ച് മാത്രമേ ഉള്ളൂ, അവൈലബിലിറ്റി കുറവാണ്. അതാണ് അതിന് ഹൈ വാല്യൂ അല്ലേ? അതേപോലെയാണ് നമ്മൾ എവിടെയാണോ കൂടുതലായിട്ട് അവൈലബിലിറ്റി ഉള്ളത് അവിടെയൊക്കെ നമ്മുടെ വില കുറയും. നമ്മൾ എല്ലാത്തിനും ഓടിച്ചാടി അവൈലബിൾ ആവരുത്. ആരെങ്കിലും ചോദിച്ചാൽ യെസ് പറയരുത്. നമുക്ക് കഴിയില്ല എന്നാണെങ്കിൽ കഴിയില്ല, നോ എന്ന് പറയാൻ കഴിയണം. എല്ലാത്തിനും യെസ് പറയുന്നവരെ ഒരു ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് മനുഷ്യർ കാണും. അതിന് വലിയ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കില്ല അല്ലേ? നമ്മൾ വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നില്ലേ? പക്ഷെ ചെറിയ പൈസക്ക് വാങ്ങിയത് നമ്മളിങ്ങനെ വലിച്ചെറിയും. കാരണം എന്താണ്? വാല്യൂ കുറവാണ്, അതിന് അവൈലബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് അവൈലബിലിറ്റി കുറക്കുക. നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാവുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതിനെതിരെ വരുന്നവരോടൊക്കെ നോ എന്ന് പറയാൻ പഠിക്കുക. അതാണ് ഏറ്റവും വില കൂടുന്നതിൽ, നമ്മുടെ റെസ്പെക്റ്റ് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് ഏത്? അവൈലബിലിറ്റി കുറക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, പ്രവൃത്തിയാണ് സംസാരിക്കേണ്ടത്. സ്പീക്ക് ലെസ് ആക്ട് മോർ. നമ്മൾ കുറച്ച് സംസാരിക്കുക, കൂടുതൽ പ്രവർത്തിക്കുക. ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്നും കൂടുതൽ പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചൊരു കാര്യങ്ങൾ ആരോടും പറയാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അവരോട് സംസാരിക്കേണ്ടത് നമ്മുടെ സക്സസ് ആയിരിക്കണം. കൂടുതൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഒരുപാട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നവരെ ആൾക്കാരധികം മൈൻഡ് ചെയ്യൂല, കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യൂല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ വരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എപ്പോഴും കുറച്ച് സംസാരിക്കുന്നവരായിരിക്കും. അയാളുടെ വാക്കിന് ഭയങ്കര വാല്യൂ ആയിരിക്കും. അയാൾ എന്താ പറയാൻ നിൽക്കുന്നു എന്നുള്ള ഒരു ടെൻഡൻസിയിലായിരിക്കും നമ്മൾ വരെ നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സംസാരിക്കുക. സ്പീക്ക് ലെസ് ആക്ട് മോർ. കൂടുതൽ സംസാരിക്കരുത്, കൂടുതലും പ്രവർത്തിക്കുക. നമ്മൾ സക്സസ് ആയിരിക്കണം അവരോടൊക്കെ സംസാരിക്കേണ്ടത്. മൂന്നാമതായിട്ട്, സെൽഫ് റെസ്പെക്റ്റ്. സ്വയം ബഹുമാനിക്കുക. നമ്മളാണ് നമ്മളെ ആദ്യം ബഹുമാനിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരല്ല. നമുക്ക് നമ്മളെ ബഹുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ ബഹുമാനിക്കുക? അതുകൊണ്ട് നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് കൊണ്ട് തുടങ്ങണം. നമ്മളിടുന്ന ഡ്രസ്സ് അത് നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം. നമ്മൾ കണ്ണാടിയിലൊക്കെ ഇട്ട് നമ്മളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളിടുന്ന ഡ്രസ്സ്, നമ്മുടെ നടത്തം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്ത, അതൊക്കെ ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു രീതിയിലായിരിക്കണം. ഒരു മോശമായി പ്രവർത്തിക്കുന്ന ഒരാളോട് നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യില്ല. അതേപോലെ നമ്മൾ മോശമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് നൽകുന്നില്ല എന്നതിൻ്റെ ഒരു അടയാളമാണ്.
അതുകൊണ്ട് ഹൈ വാല്യൂ മാൻ ആയി മാറണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ റെസ്പെക്ട് ചെയ്തു തുടങ്ങണം. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫിൽ നിന്നായിരിക്കണം. റെസ്പെക്ട് യുവർ സെൽഫ്. ഇവ മൂന്നും നിങ്ങൾ ശീലിച്ചാൽ തന്നെ നിങ്ങളിലുള്ള വാല്യൂ അധികമാവും. അഥവാ നിങ്ങളെ ഇന്ന് അവഗണിക്കുന്നവരൊക്കെ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സമയം വരും. ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് കാലം ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ലൊരു ഹൈ വാല്യൂ മാൻ ആയിട്ട് മാറാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക. 2, പ്രവൃത്തികളായിരിക്കണം സംസാരിക്കേണ്ടത്. 3, സെൽഫ് റെസ്പെക്ട്. ഇവ 3 നിങ്ങൾ ലൈഫിലൊന്ന് നടപ്പിലാക്കി നോക്കണം, ശീലിച്ചു നോക്കണം. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല വാല്യൂ സമൂഹത്തിൽ കിട്ടിത്തുടങ്ങും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.